വിഴിഞ്ഞം തുറമുഖത്ത് 1000ാമത്തെ കപ്പൽ MSC ലൂസിയാന എത്തുന്നു. വിവരങ്ങളുമായി ചന്തു ഉണ്ട്. ചന്തു, ഇതിപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് വലിയൊരു മുന്നേറ്റമാണ്. 2 വർഷത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിലെ ഒരു മുന്നേറ്റത്തിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നത് കേരളത്തെ സംബന്ധിച്ച് അഭിമാനകരമായ കാര്യമാണ്. മറ്റെന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? വിഴിഞ്ഞം തുറമുഖത്ത് 1000ാമത്തെ കപ്പലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടമാണ്. MSC ലൂസിയാന കപ്പലാണ് ഇപ്പോൾ തിരുവനന്തപുരം വിഴിഞ്ഞത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത്. ചന്തുവാണ് ചേരുന്നത്. ചന്തു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലൊരു അഭിമാനകരമായ നിമിഷം അങ്ങനെയല്ലേ കാണേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് കേരളത്തിൻ്റെ തുറമുഖ വിഴിഞ്ഞം അന്താരാഷ്ട്ര ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ആ അടയാളപ്പെടുത്തൽ തന്നെയാണ് 1000ാമത് കപ്പൽ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിച്ചേരുന്നത്. MSC ലൂസിയാനയാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഇപ്പോൾ ബർത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം 2024 ജൂലൈ 11 ആദ്യം ഇവിടേക്ക് ബർത്ത് ചെയ്ത സാൻ ഫെർണാണ്ടോ മുതൽ ഇങ്ങോട്ടേക്ക് കൂറ്റൻ കപ്പലുകൾ നങ്കൂരമിട്ടിരുന്നു. അതിലേറ്റവും കൂടുതൽ MSCയുടെ കമ്പനിയുടെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ കപ്പലുകൾ ഇങ്ങോട്ടേക്ക് ബർത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ ചരക്ക് നീക്കം ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കാനും ഒക്കെ കഴിഞ്ഞു. വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന നേട്ടം തന്നെയാണിത്. മാത്രമല്ല ഇത് കേരളത്തിൻ്റെ ഒരു വികസന നാഴികക്കല്ല് കൂടിയായി മാറുകയാണ്. കാരണം പുതിയ സർക്കാർ വന്നതിന് ശേഷം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ബജറ്റിലടക്കം കൂടുതൽ തുക വിനിയോഗിച്ചിട്ടുണ്ട്, കൂടുതൽ തുക വകയിരുത്തിയിട്ടുണ്ട്. അതൊക്കെ വച്ച് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും കേരളത്തിൻ്റെ വികസന നേട്ടങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിൽ തന്നെയാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ തന്നെയാണ് 1000ാമത് കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിച്ചേരുന്നത്. അത് വലിയ ഒരു ആഘോഷപൂർവ്വം തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം അദാനി പോർട്ടുമൊക്കെ നോക്കിക്കാണുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. വാട്ടർ സല്യൂട്ട് നൽകി ആ കപ്പലിനെ ഈ ബർത്തിലേക്ക് സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. എന്തായാലും വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ തന്നെ വികസന കുതിപ്പിന് ആക്കം കൂട്ടുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കൂറ്റൻ കപ്പലുകൾ ധാരാളം ഇതിനകം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. അതിൽ 1000ാമത് കപ്പൽ കൂടി ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിച്ചേർന്നു. MSC ലൂസിയാനയാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ബർത്ത് ചെയ്യുന്നത്. ശരി, എന്തായാലും കേരളത്തിന് അഭിമാനകരമായ വിഴിഞ്ഞം തുറമുഖത്തിന് അഭിമാനകരമായി 1000ാമത്തെ കപ്പൽ തുറമുഖത്ത് എത്തിയിരിക്കുകയാണ്.